എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനമായിട്ടൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ, അവരുടെ ആരോഗ്യം എപ്പോഴും നന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ കൂടിയാണ്. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. സാധിച്ചാൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എല്ലാവർക്കും ഗുണകരമായ ഒരു വീഡിയോ ആണ്. ഇത് ആരിൽ നിന്ന് ഞാൻ പഠിച്ചതില്ല, എൻ്റെ അനുഭവത്തിൽ കൂടി കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് പഠിക്കാം. ഇന്നലത്തെ മനോരമയിലൊരു ന്യൂസ് കേൾക്കുകയുണ്ടായി നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളെക്കുറിച്ച്. അത് സാധാരണ സംഭവമാണ്. നിങ്ങൾക്കൊന്ന് അറിയേണ്ടത്, നമ്മൾ ഏത് വീട്ടിൽ ഇപ്പോൾ ഒരുവിധം മോഡേൺ വീടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. അതൊരു വലിയൊരു നല്ല വെൽ ഡെക്കറേറ്റഡ് ബോക്സിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറായിരിക്കും. അവർക്കറിയാം മരുന്ന്, ജലദോഷത്തിന് എന്ത് മരുന്ന്, സ്റ്റമക്ക് അപ്സിന് എന്ത് മരുന്ന്, എന്താ പറയുക, കൈകാലുകൾ കിഴപ്പുണ്ടായിക്കാൽ എന്ത് മരുന്ന്, ശ്വാസം മുട്ടുമ്പോൾ, ഇവർക്കെല്ലാം ബൈഹാർട്ട്. കാരണം ഇവരുടെ പേരൻസ് തുടക്കം മുതലേ ഇവർ അസുഖം വന്നാൽ കൂട്ടിക്കൊണ്ട് പോണത് ഹോസ്പിറ്റലാണ്. ചൈൽഡ് സ്പെഷ്യലിൽ നമ്മൾ തുടക്കം കുറിച്ച് അവസാനം അവൻ്റെ ക്യാൻസർ സെല്ല് കംപ്ലീറ്റ് മൂർച്ഛിക്കുന്ന എല്ലാവിധ സഹായങ്ങളും വീട്ടുകാരും ഡോക്ടറും കൂടെ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ പ്രായം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് ഞാൻ മരുന്ന് കഴിക്കാറില്ല. എനിക്കൊരു മരുന്നിൻ്റെ പേരും അറിയില്ല. നെവർ. എൻ്റെ ജീവിതശൈലി കൊണ്ട് എനിക്ക് ഈ ലോകത്ത് എല്ലാവരുടെ ശരീരത്തും ക്യാൻസർ സെല്ലുകളുണ്ട്. അവൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരം വീക്കാകുമ്പോൾ. ശരീരം വീക്കാകാൻ പല കാരണങ്ങളും. ഒന്നാമത് നമ്മുടെ ഭക്ഷണക്രമം. രണ്ടാമത് 50 വയസ്സല്ല, 45 വയസ്സ് 50 വയസ്സാകുമ്പോൾ 90 100 വയസ്സ് വരെ കുടിച്ച് തീർക്കേണ്ട മദ്യം അകത്താക്കും. അപ്പോൾ അവരുടെ ശരീരത്തിന് എന്ത് ആരോഗ്യം ഉണ്ടാകുക? ആരോഗ്യം കാണത്തില്ല. അതുകൊണ്ട് അവസാനം വല്ല 5 സ്റ്റാർ ഹോട്ടലിലുള്ള കുടുംബം വരെ വിറ്റ് അവസാനം ഒരു മൃതശരീരം എന്ന് വെച്ചാൽ മരിച്ച് ഡെഡ് ബോഡിയിൽ അതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാം. കാരണം ഇവനൊന്ന് ഊറ്റിയെടുത്ത് ഇതിന് ശേഷം പിന്നെ പൈസ കിട്ടില്ല എന്നപ്പോൾ അവസാനം തീരും. അവസാനം വീട്ടിൽ കൊണ്ടുവരും. നിവൃത്തിയില്ലാതെ കിടപ്പാടും ഒക്കെ നഷ്ടപ്പെട്ട് അവസാനം തിരിച്ചെത്തുന്ന എവിടെയാണ്? ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നു? അവിടെയും അവസാനം ബെഡ് വരെ ഇല്ലാതെ തറയിൽ കിടക്കേണ്ട. അത് ആരോഗ്യം എന്താണെന്ന് നമുക്കറിയേണ്ട. ഞാൻ അതിനെപ്പറ്റി ഐ ഡോണ്ട് വോണ്ട് ടു ലിസൺ അബൌട്ട് ദാറ്റ് വൺ. എനിക്ക് ആകെ ഉള്ള നിങ്ങളോടുള്ള ഒരു അപേക്ഷ ഇത്രയേ ഉള്ളൂ. ഈ മരുന്നുകൾ അവോയ്ഡ് ചെയ്യായി. പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് എന്തിന്, എപ്പോൾ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏതൊരു പഴയ മനുഷ്യരോടൊക്കെ ചെന്ന് പറഞ്ഞാലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട് എൻ്റെ ഇത്ര പ്രായത്തിൽ എനിക്ക് അസുഖങ്ങൾ വരുന്നില്ല? ഞാൻ കഴിക്കുന്ന മധുരം നിങ്ങൾ അതിശയിച്ചു പോകും. നല്ല മധുരം കഴിക്കും, യാതൊരു കുഴപ്പമില്ല. ബട്ട് ചില നിബന്ധനകൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ഫുഡും കഴിഞ്ഞാൽ പിന്നെ നോ ഫുഡ് ഫോർ മീ. കഴിക്കില്ല. രാത്രി ടോട്ടൽ ഫ്രീ. നിങ്ങൾ ഏതെങ്കിലും ജപ്പാനിൽ വിസിറ്റ് ചെയ്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോടും ചോദിക്കുക. അവിടുത്തെ ആൾക്കാർക്ക് ഇറ്റ് ഈസ് 95-100 ഇയേഴ്സ് അവർക്ക് നോർമൽ ലൈഫ്. അവരിങ്ങനെ നല്ല നീറ്റായിട്ട് നടന്ന് ഇവിടെ കാണാൻ പറ്റുമോ? 90 വയസ്സ് 75 കഴിഞ്ഞ് തീർന്ന് അവൻ്റെ കംപ്ലീറ്റ്. അവസാനം ഈ മക്കൾക്ക് ബിൽപത്രം എഴുതാനോ ഇതിനും അപ്പം തന്നെ ആപ്പടെ കുടുംബ വഴക്കമൊക്കെ ഏതാണ്ടിങ്ങനെ മരിക്കാറാവും. സോ സുഹൃത്തുക്കളെ, ജീവിതം എന്നത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. വയലാറിൻ്റെ കവിത വയലാർ രചിച്ചാൽ ഇനിയൊരു ജന്മം കൂടി തരുമോ എന്നൊക്കെ നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? എന്തിനാണ് വയലാർ ഇവരെ കാണുക? അദ്ദേഹത്തിനെ ഞാൻ കാണുമ്പോൾ ചുണ്ടിൽ ബീഡിയും വെച്ചുകൊണ്ടായിരിക്കുന്നു, പോയിച്ചുകൊണ്ടിരിക്കും. ഓണസ്റ്റ്ലി ഐ ആം ടെല്ലിങ്. ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളായി പറയുന്നത്. ഇതുപോലെ പലരും പോഹിക്കുന്നുണ്ട്. പിന്നെ അങ്ങേര് നല്ലൊരു കവിയും 4 പേർ അറിയുന്നുണ്ട്. അങ്ങോട്ട് ജീവിതശൈലികൾ ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയണം, എങ്ങനെ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം. ഏത് പ്രായക്കാരനും, കുഞ്ഞുങ്ങളായാലും വലിയ കുട്ടികളായാലും ആരായിരുന്നാലും, എൻ്റെ അനുഭവം വെച്ച് എൻ്റെ അനുഭവത്തിൽ കൂടി കിട്ടിയ ആ സമ്പത്ത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ വാട്സപ്പിൽ കൂടി ബന്ധപ്പെടുക. എൻ്റെ അറിവിൽ, ഞാൻ ഡോക്ടറല്ല, ഐ എം നോട്ട് MD MS ഒന്നും എടുത്ത ആളില്ല. ഞാൻ മരുന്ന് കഴിക്കാത്ത ഒരാളാണ്.
വേറെ ഒരു കുഴപ്പമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾറെഡി. പിന്നെ ചില കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇത്തിരി സ്പീഡൊക്കെ ഓടിക്കും, അങ്ങനെ തട്ടി കിട്ടി അപകടങ്ങളുണ്ടായി. എനിക്ക് വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നില്ല, വീട്ടിലാരും അനുവദിക്കും. പക്ഷേ എങ്കിലും ഞാൻ പോകാതിരിക്കാൻ പറ്റിയില്ലല്ലോ. കാരണം ഐ ഫീൽ വെറും 38 വയസ്സെന്നും പറഞ്ഞ് ഞാൻ നടക്കുക. എൻ്റെ വയസ്സ് എത്രയാണെന്ന് ഞാൻ പിന്നെ പേഴ്സണലായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ സുഹൃത്തുക്കളെ, ഉള്ള ജന്മം നല്ല രീതിയിൽ ആസ്വദിക്കുക. ഒരു 95-100 വയസ്സ് വരെ ജീവിക്കുക. കൊച്ചുമക്കളെയും ഗ്രാൻഡ് മക്കളെയൊക്കെ കണ്ട് സന്തോഷമായി ജീവിക്കുക. നമുക്കറിയാൻ പറ്റും, നമുക്കേതാണ്ട് ഇത്രയൊക്കെ ഒരു ലൈഫുണ്ടല്ലോ, അത് നമ്മളായിട്ട് നശിപ്പിച്ച് കളയേണ്ട. ദൈവത്തിനോട് പൊരുതി ഉള്ള കുണ്ടാമണ്ടിത്തരം എല്ലാം കാണിച്ചതിന് ശേഷം നമുക്ക് ദൈവത്തിന് എനിക്ക് ആയുസ് നീട്ടി തന്നെ, അങ്ങേര് വലിയ സൂത്രശാലം, അങ്ങനെ ഒന്നും നീട്ടി തരികയില്ല. ചെയ്തതിൻ്റെ നല്ലതും ചെയ്ത് അങ്ങേര് ഇവിടെ നമുക്ക് തന്നുകൊണ്ട് തന്നെ ഇരിക്കുക. അത് നമുക്ക് നാലുപാടും നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. സോ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സന്തോഷമായി ജീവിക്കുക. വലിയ മരുന്നുകളും ബഹളവും ഒന്നും കഴിക്കാതിരിക്കുക. അസുഖമുണ്ടോ, ഇപ്പോൾ ചെറിയ ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടാകും, അതൊക്കെ നോർമലാണ്. അതിനുവേണ്ടി മെഡിക്കൽ സ്റ്റോറിലോ 5 സ്റ്റാർ ഹോട്ടലിൽ 5 സ്റ്റാറിൽ പോയിട്ട് ക്യൂ ഇരുന്ന് ആശുപത്രിയിൽ പോയി അവിടെ ടെസ്റ്റുകൾ നടത്തി കിട്ടുന്ന മരുന്ന് തന്നെയാണ്. ഇനി ഇതിൽ ഏറ്റവും മഹാ അത്ഭുതം എന്ന് പറഞ്ഞ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റായി. കാരണം നമുക്കറിയാൻ പറ്റും, ഏത് മുക്കിൽ പോയാലും ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളാണ്, 5 സ്റ്റാർ ഹോസ്പിറ്റലുകളാണ്. പക്ഷെ അവിടേക്ക് കടന്ന് ജീവിതത്തെ ഹോമിക്കരുത്. അത് വളരെ തെറ്റാണ്. നമുക്ക് തന്ന ജന്മം, നമ്മുടെ ജീവിതശൈലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ജീവിതശൈലി വ്യക്തമാക്കിയെടുക്കുക, ഒരു സിസ്റ്റമാറ്റിക് ഉണ്ടാക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക. ഇതില്ലാതെ കല്യാണം കഴിച്ച് അവസാനം കുഞ്ഞുങ്ങളില്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്ന പ്രതിഭാസമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല? കാരണം ഇവൻ്റെ ആരോഗ്യം നശിച്ചിരിക്കാം. ഇവൻ്റെ ആരോഗ്യം അൺവാണ്ടഡ് രീതിയിൽ കൂടി ഇവൻ്റെ ആരോഗ്യത്തെല്ലാം നശിച്ച് ഇവനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കൂടുതലും പറ്റുക. ദൈവത്തിൻ്റെ കോപം കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവനൊക്കെ മര്യാദരാമന്മാർ പഠിച്ചതിന് ശേഷം പിന്നെ ഉള്ള ഈ ഡോക്ടർ പറയുന്ന മരുന്നും കിരുന്നില്ല നോക്കും. അപ്പോഴും ഈ എങ്ങനെയൊക്കെയോ ബൈ ചാൻസ് ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടുന്നു. ഇവിടെ കല്യാണം കഴിക്കുമ്പം തന്നെ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളുടെ വേണ്ട, കുറച്ച് ബാച്ചിലർ ലൈഫ് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അതിനുള്ള ശക്തിയെല്ലാം ക്ഷയിച്ച് കഴിയും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഞാൻ ഇതായി കാണുന്നില്ല. സങ്കടം തോന്നുന്നു. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി. ഹാർഡ്ലി ഇവിടെ ഒരു 5% ആൾക്കാർ ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ളൂ. മറ്റവരെല്ലാം അവർ ഈ ലോകമായിട്ട് വിട പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴിത് ഏറ്റവും ദുഃഖം, ആഫ്റ്റർ 25 ഇയേഴ്സ് ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു 50 വയസ്സിന് മുകളിൽ ആരും ജീവിക്കില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ജീവിതശൈലി നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഒരു 50 വയസ്സിനുള്ള ആയുസ് കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. യു ടേക്ക് ഇറ്റ്, തീർത്ത് പറയുകയാണ്. അത്ര മോശമായ ജീവിതശൈലിയാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ശീലിച്ചിരിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവർക്കെല്ലാത്തിനും ഒരു മരുന്ന്, ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ, അവിടെ പോയി കിടന്ന് അവിടെ പോയില്ലേ പിന്നെ അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഇരിക്കുന്ന മരുന്നുകൾ കുപ്പത്തോട്ടിലോട്ട് വലിച്ചെറിയുക. പ്രകൃതിദത്തമായ ഒരു മരുന്നുണ്ട്, നിങ്ങൾ പഴയ ആൾക്കാരുടെ ഉപയോഗിക്കുക, അവർ പറഞ്ഞു തരും. ഇനി എന്നിൽ നിന്നും എൻ്റെ അനുഭവം, ഞാൻ എങ്ങനെ എൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു, എങ്ങനെയാണ്, ഹൗ ഐ ഫീൽ, അതിൻ്റെ എല്ലാ വിവരവും നിങ്ങളറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാട്സപ്പ് ചെയ്യുക, സംസാരിക്കുക. ഐ വിൽ ഗീവ് മൈ ഗൈഡൻസ്. അതിനൊരു ഫീസോ ഒന്നുമില്ല. ഞാൻ ഡോക്ടറല്ല. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് മാത്രം പറയുന്നു. ക്യാൻസർ എനിക്കുണ്ട്, ബട്ട് ഐ നെവർ അലൗ ആ സെല്ല് ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ക്യാൻസറിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. ഒരു ചില ആൾക്കാർ ക്യാൻസറിനെ ഉൽപ്പാദിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ. ഇതാണ് വ്യത്യാസം. സോ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാം എല്ലാം തിരക്കുള്ളവരാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഈ വിവരങ്ങളൊന്ന് പറയുക. ഞാൻ സമയം കിട്ടുമ്പോൾ അനുഭവങ്ങൾ എങ്ങനെ, ഈ ആരോഗ്യം എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലാതെ എനിക്ക് പങ്കിളിക്കഥകൾ ഇതിനെക്കുറിച്ച് ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറില്ല. ഇനിയുള്ള ശേഷിക്കുന്ന ദുഃഖം വരുന്നു. ഈ ആൾക്കാരുടെ ആരോഗ്യം നശിക്കുന്നതിനെക്കുറിച്ച് കാണുമ്പോൾ ദുഃഖം വരുന്നു. എൻ്റെ അറിവ് അവരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു. ബൈ.